ഗോകുൽ ഇപ്പോൾ സന്നിധാനത്തുണ്ട് ശബരിമലയിൽ. ഗോകുൽ, ഗുഡ് മോർണിംഗ് ഗോകുൽ. ഇന്നിപ്പോൾ SIT ശബരിമലയിലെ മണ്ഡലകാലവും മകരവിളക്കും ഒക്കെ കഴിഞ്ഞ് ഭക്തർ പടിയിറങ്ങി കഴിഞ്ഞപ്പോൾ SIT പടി കയറുകയാണ്. മലകേറി SIT സംഘം ഇന്നലെ വൈകുന്നേരം തന്നെ സന്നിധാനത്തെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാവിലെ തന്നെ പരിശോധന തുടങ്ങുമെന്നറിയുന്നു. നമുക്ക് 8 മണി വരെ മാത്രമേ സന്നിധാനത്ത് മാധ്യമങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ. 8 മണി കഴിഞ്ഞാൽ മാധ്യമങ്ങളും സന്നിധാനത്ത് നിന്ന് ഇറങ്ങണം എന്നാണോ ഉത്തരവ്? എപ്പോഴാണ് പരിശോധന നടക്കുക? നമുക്ക് SITയിൽ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്? ഗോകുൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും 54 ലക്ഷത്തോളം ഭക്തർ കഴിഞ്ഞ 41 ദിവസത്തിനകത്ത് വന്നുപോയ സന്നിധാനത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരൊറ്റ ആളില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആളുകൾ പൂർണ്ണമായി ഒഴിയണമെന്നുള്ള ഒരു ഉത്തരവ് സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ വൈകുന്നേരമാണ് പുറത്തിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ അടക്കം ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ താൽക്കാലിക ജീവനക്കാർ, ദേവസ്വം ബോർഡ് ജീവനക്കാർ അടക്കം സന്നിധാനത്ത് തുടരുന്ന ഒരു ഘട്ടമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം മാത്രമാണ് മടങ്ങുക. പക്ഷേ ഇന്നലെ രാത്രി തന്നെ എല്ലാ ജീവനക്കാരും മടങ്ങണമെന്നുള്ള ഒരു ഉത്തരവ് ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരടക്കം എല്ലാവരും പോയിട്ടുണ്ട്. വളരെ കുറച്ച് ജീവനക്കാർ മാത്രമാണ് നിലവിൽ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി തുടരുന്നതെന്നുള്ളതാണ്. നമുക്കും അറിയിപ്പുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ എല്ലാവരും, മാധ്യമങ്ങളടക്കം സന്നിധാനത്ത് പ്രവേശിക്കാൻ പാടില്ല, പരിസര പ്രദേശങ്ങളിൽ നിൽക്കാൻ പാടില്ല, സന്നിധാനത്തെ നിലവിലത്തെ റൂം അടക്കമുള്ളവ 8 മണിക്ക് മുൻപ് ഒഴിഞ്ഞ് സന്നിധാന പരിസരം കടക്കണമെന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിലവിൽ സന്നിധാനത്ത് ഉള്ളത്. ഇന്നലെ രാത്രി തന്നെ സന്നിധാനത്തേക്ക് SIT സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ശബരി ഗസ്റ്റ് ഹൌസിലാണ് ഇവിടെ താമസിച്ചു വരുന്നത്. 10 മണിയോടുകൂടി തന്നെ ഈ പരിശോധനകൾ കൃത്യമായി തന്നെ ആരംഭിക്കും. ഈ സ്ട്രോങ് റൂം അടക്കം പരിശോധിക്കും. അവിടെ നിലവിൽ ഏതൊക്കെ തരത്തിലാണ് സ്വർണം പോയത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അന്വേഷണത്തിലേക്ക് വരികയുമാണ്. അരുൺകുമാർ, ഏറ്റവും എടുത്തു പറയേണ്ടത് പരാതിരഹിതമായിട്ടുള്ള ഒരു മണ്ഡല മകരവിളക്ക് കാലമാണ് കഴിഞ്ഞു പോയതെങ്കിൽ കൂടിയും ഇത്രത്തോളം വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും വലിയ ക്രമക്കേട് ഇവിടെ നടന്നു എന്നുള്ളതാണ്. അത് ആടേശിഷ്ടം നെയ്യുടെ കാര്യത്തിലാണ്. അപ്പോൾ അത്രത്തോളം അഴിമതി, ഇത്രത്തോളം 54 ലക്ഷത്തോളം ഭക്തർ ഒഴുകിയെത്തിയ സമയത്ത് ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ തന്നെ കൃത്യമായ മേൽനോട്ടം ഉണ്ടായിട്ട് പോലും ശബരിമലയിൽ നടന്നു എന്നുള്ളതാണ്. അത് അത്രത്തോളം ഗുരുതരമായ ഒരു സംഭവ വികാസമാണ്. എന്തായാലും അതിലിപ്പോൾ ദേവസ്വം വിജിലൻസും ഇന്ന് അന്വേഷണം ഏറെക്കുറെ പൂർത്തിയാക്കും. 33 പേരാണ് നിലവിൽ ആ കേസിൽ പ്രതികളായിട്ടുള്ളത്. അതടക്കം 2 അന്വേഷണ സംഘവും ഈ വിഷയങ്ങളെല്ലാം പൂർണ്ണമായും അന്വേഷിക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ ശബരിമലയിലെ സ്ട്രോങ് റൂം തുറന്നുകൊണ്ടുള്ള പരിശോധന 10 മണിയോടുകൂടി തന്നെ നമ്മൾ ഗോകുൽനാഥ് അടക്കം എല്ലാ മാധ്യമപ്രവർത്തകരും 8 മണിക്ക് സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കും.